ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം IIT മദ്രാസ്, നമ്മുടെ രാജ്യത്തിലെ തന്നെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഹയർ എഡ്യൂക്കേഷനിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാപനങ്ങളിലൊന്നായ IIT മദ്രാസിൽ വെച്ചിട്ട് അവിടെ ഒരു 4 ഇയർ BS ഡിഗ്രി പ്രോഗ്രാമുണ്ട്, ബാച്ചിലർ ഓഫ് സയൻസ്, ഡിഗ്രി ഇൻ ഡാറ്റ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ. ഇത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രോഗ്രാം ഓൺലൈനായിട്ട് നടത്തുന്നത്. ഇവിടെ തന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 വർഷം നിങ്ങൾ പഠിക്കണമെന്ന് നിർബന്ധമില്ല. ആദ്യത്തെ വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലീവ് ചെയ്യാം. അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ പഠിച്ചിട്ട് ലീവ് ചെയ്യാം, തേർഡ് ഇയർ പഠിച്ചിട്ട് ലീവ് ചെയ്യാം, അല്ലെങ്കിൽ 4 വർഷവും പഠിക്കാം. അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റും അതിനനുസരിച്ചുള്ള ഫീസും മാത്രം നിങ്ങൾ അടച്ചാൽ മതിയാവും. ആ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ www.study.iitm.ac.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങളിതിന് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് 20-ാം തീയതിയാണ്. എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജൂലൈ 13-ാം തീയതിയാണ്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ +2 ആണ് ഇതിൻ്റെ യോഗ്യത. ഇനി +2 ഉള്ള ആളുകൾക്ക് ഈ ആപ്ലിക്കേഷൻ കൊടുത്ത് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നു. ഏകദേശം 36,000-ഓളം വിദ്യാർത്ഥികൾ ഇപ്പോൾ രാജ്യത്തിനകത്ത് പുറത്തുമായിട്ട് ഈ കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ജൂലൈ 13-ന് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത ജൂലൈ 17-ന് തന്നെ 4 ദിവസത്തിന് ശേഷം റിസൾട്ടും പബ്ലിഷ് ചെയ്യും. എല്ലാം കറക്റ്റ് ഡേറ്റിൽ പോകുന്ന സ്ഥാപനമാണ് IIT മദ്രാസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഈ ക്ലാസ്സുകളെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് അവിടുത്തെ തന്നെ ഫാക്കൽറ്റീസാണ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസാണ്. അല്ലാതെ ഒരിക്കലും പുറത്തുനിന്നുള്ള ആളുകൾ വെച്ച് ക്ലാസ് എടുക്കുന്നോ അങ്ങനത്തെ ഇതിലെ കാര്യങ്ങളൊന്നല്ല ഇവിടെ ഉള്ളത്. അതുപോലെ ഇൻട്രാക്റ്റീവ് സെഷൻസ് ഉണ്ട്, മെൻറ്ററുമായി ഗൈഡും ഒക്കെയുള്ള ഇൻട്രാക്റ്റീവ് സെഷൻസും ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റഡി ഗ്രൂപ്പ്സ്, അതായത് പിയർ ഗ്രൂപ്പ്സിനെ ഒരുമിച്ച് ചേർത്തിട്ടുള്ള സ്റ്റഡി ഗ്രൂപ്പ് പ്രോഗ്രാമുകളുണ്ട്. ഈവൻ അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമുകളുണ്ട്. രാജ്യത്തിലെയും അതുപോലെ തന്നെ ലോകത്തിലെയും ഏറ്റവും ഉന്നതമായ സ്ഥാപനങ്ങളിൽ ഇൻറ്റേൺഷിപ്പിനുള്ള അവസരവും ഈ കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കോഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ടൈമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിലെ ഒരു സ്ഥാപനവും ഇത്തരത്തിലുള്ള കോഴ്സുകൾ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന കാര്യമാണ്, നോ ഏജ് ലിമിറ്റ് എന്നാണ് പറയുന്നത്. നോ ഏജ് ലിമിറ്റ്, ഒരു ഏജ് ലിമിറ്റും ഇവിടെ വരുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ എനിവൺ ഹൂ ഹാസ് കംപ്ലീറ്റഡ് ക്ലാസ് +2 എന്നാണ് കാണിക്കുന്നത്. +2 കംപ്ലീറ്റ് ചെയ്ത് ആർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ എവിടെ എന്ന് പറഞ്ഞാൽ രാജ്യത്തിനകത്തുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ശ്രീലങ്ക, UAE, ബഹ്റൈൻ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളുടെ ബാക്കി ലിസ്റ്റ് ഞാൻ പറയും. അവരുടെ രാജ്യങ്ങളിലെ ആളുകൾക്കും അപ്ലൈ ചെയ്യാം. ഇതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ സെൻറ്റേഴ്സായിട്ട് കേരളത്തിൽ തന്നെ കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം ഇവിടെയൊക്കെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യണമെങ്കിൽ www.study.iitm.ac.in ഈ ഒരു വെബ്സൈറ്റ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ വർഷം നിങ്ങൾ ഈ കോഴ്സ് പഠിച്ച് ഇറങ്ങുവാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൗണ്ടേഷൻ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട ക്രെഡിറ്റുകളും കാര്യങ്ങളൊക്കെ പറയുന്നത് ഫൗണ്ടേഷൻ ലെവൽ എന്നാണ് അതിന് പറയുന്നത്. അതിൽ ഈ പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ സർട്ടിഫിക്കറ്റ് ഫ്രം IITT, അതായത് IIT മദ്രാസിൻ്റെ ഫൗണ്ടേഷൻ സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഇയർ നിങ്ങൾ പഠിച്ചിറങ്ങുകയാണെങ്കിൽ. എന്നാൽ സെക്കൻഡ് ഇയർ 2 വർഷം നിങ്ങൾ പഠിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ, എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടാകും. ഡിപ്ലോമ ഇൻ പ്രോഗ്രാമിംഗ്, ഒന്നുകിൽ ഡിപ്ലോമ ഇൻ പ്രോഗ്രാമിംഗ് മാത്രമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ പ്രോഗ്രാമിംഗ് അതുപോലെ ഡിപ്ലോമ ഇൻ ഡാറ്റ സയൻസും ചെയ്യാം. രണ്ടും ഒരുമിച്ചും ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ടും ചെയ്യാനുള്ള അവസരം സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് ഓപ്ഷൻ അനുസരിച്ച് സെലക്ട് ചെയ്യാം. അതിനനുസരിച്ചുള്ള ഫീസ് നിങ്ങൾ അടച്ചാൽ മതി. ഇനി 3ാമത്തെ വർഷമാണ് നിങ്ങൾ ഇത് പഠിച്ചിറങ്ങി എക്സിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് BSc ഡിഗ്രി ഇൻ പ്രോഗ്രാമിംഗ് ആൻഡ് ഡാറ്റ സയൻസ് എന്നുള്ള BSc ഡിഗ്രിയാണ് IIT മദ്രാസ് നൽകുന്ന. ഈ ഒരു BSc ഡിഗ്രി പ്രോഗ്രാമിൻ്റെ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇനി അതൊന്നുമല്ല, നിങ്ങൾ 4 വർഷം ഈ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 വർഷത്തെ കോഴ്സാണെങ്കിൽ BS ലെവൽ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതിൽ തന്നെ പറയുന്ന BS ഡിഗ്രി ഇൻ ഡാറ്റ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ്, അതായത് ഈ ഒരു മുഴുവൻ പ്രോഗ്രാമിൻ്റെയും, ഈ നേരത്തെ നമ്മൾ തമ്പ്ലൈനിൽ കാണിച്ച ആ പ്രോഗ്രാമിൻ്റെ മുഴുവൻ പ്രോഗ്രാമും ലഭിക്കണമെന്നുണ്ടെങ്കിൽ 4 വർഷത്തെ പ്രോഗ്രാം നിങ്ങൾ പഠിക്കണം. ആ 4 വർഷത്തിൻ്റെ ഫീസ് അടിക്കാം. ഇവിടെ നോക്കൂ, നിങ്ങൾ പല രീതിയിലുള്ള ഫീസും സ്ട്രക്ചറും ആണുള്ളത്. നിങ്ങൾ എത്ര വർഷമാണോ പഠിക്കുന്നത് അതിൻ്റെ മാത്രം ഫീസ് അടിക്കുക, ഏത് ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ മാത്രം ഫീസ് അടക്കാം. നിങ്ങൾ എവിടെയാണോ അവിടെ ഇരുന്ന് നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാം, ഓൺലൈനായിട്ട് എക്സാമിനേഷൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം, അതുപോലെ തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങളിപ്പോൾ ഒരു റെഗുലർ പ്രോഗ്രാം പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയും പഠിക്കാനുള്ള അവസരമുണ്ട്. റെഗുലർ പ്രോഗ്രാമിൻ്റെ കൂടെ പഠിക്കുകയാണെങ്കിൽ അങ്ങനെയും ഇത് ചെയ്യാം. എന്നാൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നോക്കണം. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും യോജിച്ച കോഴ്സ് എന്ന് പറയാവുന്ന കോഴ്സാണ്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു അത് എന്തുകൊണ്ടാണ് അതിൻ്റെ കാര്യം. അസസ്മെൻറ്റ്സ് നോക്കാവൂ. വീക്ക്ലി അസസ്മെൻറ്റ് നടത്തുന്നുണ്ട് ഓൺലൈനായിട്ട്. അതുപോലെ മന്ത്ലി ഇൻ പേഴ്സൺ ക്യൂസ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. അതുപോലെ ഇൻ പേഴ്സൺ എൻ ടേം എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. ഇത്തരം രീതിയിലാണ് ഈ അസസ്മെൻറ്റ് പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു വന്ന പോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. കാരണം ഇവിടെ പഠിച്ച് നിങ്ങൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങളെ IIT മദ്രാസിലെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ട് കണക്കാക്കുന്നതാണ്. അപ്പം നിങ്ങളിപ്പോൾ ചില ഡിഗ്രി പ്രോഗ്രാമുകളൊക്കെ അല്ലെങ്കിൽ PG പ്രോഗ്രാമുകളൊക്കെ റെഗുലറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്, ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകളുള്ള പ്രോഗ്രാമാണ്. കാരണം നമ്മൾ 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ അതുമായി ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോബുകളാണ് ഇതുമായി റിലേറ്റ് ചെയ്ത് വന്നേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അപ്ലൈ ചെയ്യുക. ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓരോരോ ഇയറിനെ ബേസ് ചെയ്തിട്ടുള്ള ഫീസുകളുണ്ട്. കാരണം പറഞ്ഞ പോലെ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിൽ എക്സിറ്റ് ചെയ്യാം. സെക്കൻഡ് ഇയറിൽ തന്നെ 2 ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ 2ഉം സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്യാം. അതിനൊക്കെ ഫീസ് വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ 3rd ഇയറിൽ നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ അതനുസരിച്ച് ഫീസ് വ്യത്യാസമുണ്ട്. അതല്ല 4th ഇയറിലാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ അതനുസരിച്ച് ഫീസ് വ്യത്യാസമുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഫീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. എമൗണ്ട് ഞാൻ വായിക്കുന്നില്ല, കാരണം ഓരോന്ന് വായിച്ച സമയം കളയാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് സ്ക്രീനിൽ കാണാം. നിങ്ങൾ ഏത് ഇയറിലാണ് ഇറങ്ങുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളും വ്യക്തമായിട്ട് ഈ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഫീസിൽ കൺസെഷനുണ്ട്. അതായത് നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് 1 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലാണോ, അല്ലെങ്കിൽ 1 ലക്ഷത്തിന് താഴെയാണോ? 1 ലക്ഷത്തിന് താഴെയൊക്കെ ആണെങ്കിൽ ഏകദേശം 75% വരെ OBCക്കും അതുപോലെ SC/STക്കും EWSനൊക്കെ അത്തരത്തിലുള്ള കാറ്റഗറിക്കും അതുപോലെ മറ്റു കാറ്റഗറിക്കും ഒക്കെ ഫീസ് അളവ് ഏകദേശം 75% ഉണ്ട്. 1 ലക്ഷത്തിന് താഴെയാണെങ്കിൽ. 1 ലക്ഷത്തിന് 5 ലക്ഷത്തിന് ഇടയിലാണെങ്കിൽ 50% വരെ ഫീസ് അളവുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് തീർച്ചയായിട്ടും. കാരണം അപ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ എന്നാൽ നിങ്ങളുടെ എല്ലാ കൺവീനിയൻസും നോക്കിയിട്ട്, കാരണം ഇത് ഓൺലൈൻ പ്രോഗ്രാം കൂടി ആയതുകൊണ്ട് എല്ലാ കൺവീനിയൻസും നോക്കിയിട്ട് ഏത് ഇയറിലും ഔട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള പ്രോഗ്രാമാണ് ഈ ഒരു പ്രോഗ്രാം. അതുകൊണ്ട് തന്നെയാണ് ഇത് വേൾഡിൽ ഇത്തരത്തിലൊരു പ്രോഗ്രാം ഇല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഈ മെയ് മാസം 20-ാം തീയതിയാണ് ആപ്ലിക്കേഷനുള്ള ലാസ്റ്റ് ഡേറ്റ്. അതൊരിക്കലും എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം ജൂലൈ 13-ന് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യും, ജൂലൈ 17-ന് റിസൾട്ടും പബ്ലിഷ് ചെയ്യും. അതെല്ലാം വളരെ വ്യക്തമായിട്ട് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടവാങ്ങുന്നു. ഞാൻ ഹാരിഷ് പൂക്കോടൻ.